ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ അടുത്ത് വലിയ പ്രക്ഷോഭം നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണെന്ന് വിവിധ മാധ്യമങ്ങളിൽ ചിലരെല്ലാം പ്രത്യേകിച്ച് മലയാളികൾ സൂചിപ്പിക്കുകയാണ്. അതിന്റെ ലക്ഷ്യമറിയാം, ഐക്യം തകർക്കുക എന്നത്. അങ്ങനെ നടക്കുമോ അങ്ങനെ അവരാഗ്രഹം? ഒരിക്കലും നടക്കില്ല. അതിനുള്ള പരിശ്രമം വളരെയധികം കാലം മുമ്പേ തുടങ്ങിയിരുന്നു. പക്ഷെ തുടങ്ങി വെച്ച ഭാരതത്തിൻ്റെ വിഭജനം ഉണ്ടല്ലോ 47-ലെ, അത് ആ വിഭജനത്തിൽ എവിടെയാണോ ഉണ്ടായിരുന്നത് അത് വീണ്ടും വിഭജിച്ചു. ബംഗ്ലാദേശും പാകിസ്ഥാനും രണ്ടായി. ആ സമയത്തും ബാക്കി ശേഷിച്ച ഭാരതത്തെ ശിഥിലമാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഇത് മാത്രമല്ല, അസംഘടിതമായി നിന്നിരുന്ന ഭാരതത്തിലെ ദേശീയ ജനത ഉണ്ടായ സമയത്താണ് മ്യാൻമറിൻ്റെ പഴയ ഭാഗം ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നില്ലേ? സാംസ്കാരിക ഭാരതത്തിൻ്റെ, അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു ആ പ്രദേശം. 1935 വരെ അത് ഭാരതത്തിൻ്റെ ഭാഗത്ത്. ത്രിവിഷ്ടപം എന്നായിരുന്നു തിബത്തിൻ്റെ പേര്. അതും ഭാരതത്തിൽ നിന്ന് ആ കാലത്ത് മാറിപ്പോയി. അഫ്ഗാനിസ്ഥാൻ ഗാന്ധാരമായിരുന്നു, അതും മാറിപ്പോയി. ശ്രീലങ്ക അത് മാറിപ്പോയി. അങ്ങനെ ഓരോ പ്രദേശങ്ങളും അസംഘടിതമായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്ന കാലത്ത് മാറിപ്പോയി. ഇന്ന് അതല്ല ഭാരതത്തിൻ്റെ സ്ഥിതി. ഭാരതത്തിൻ്റെ സ്ഥിതി സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ചില ഭാഗങ്ങളെല്ലാം ആ സമയത്തും കുഴപ്പങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമാണ് ശരിക്ക് ഹൈദരാബാദിലെ പ്രശ്നം ഉണ്ടായത്, കാശ്മീരിലെ പ്രശ്നം. ഇതെല്ലാം വിഘടനവാദികളുടെ കേന്ദ്രമായി മാറിയിരുന്നു. ഹൈദരാബാദ് പ്രശ്നം വല്ലഭായ് പട്ടേലിൻ്റെ അന്നത്തെ ആഭ്യന്തര ഇടപെടൽ കാരണം ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. കാശ്മീർ പ്രശ്നം പരിഹരിക്കാതെ നിന്നു. അതിൻ്റെ മുമ്പ് തുടങ്ങിയ 1921 തുടങ്ങിയ, സ്വാതന്ത്ര്യത്തിന് മുമ്പിൽ തുടങ്ങിയ മലബാർ പ്രശ്നം, പത്തണയ്ക്കൊരു കത്തി വാങ്ങി കുത്തി വാങ്ങും മലബാർ എന്നും പറഞ്ഞിട്ട് അവരൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. വളരെയധികം ശ്രമം നടത്തി ഒരു പാകിസ്ഥാനാക്കി മാറ്റണം ഈ മലബാർ പ്രദേശം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട്. ഇങ്ങനെ ഓരോ ഭാഗത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ അതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് പറയില്ലെങ്കിലും ഏകദേശം ഒരു 40-45 വർഷത്തിനായപ്പോൾ ഒരു സംഘടിത ഭാരത ദേശീയ ശക്തി ഉയർന്നു വന്നു. അത് ശക്തിയോട് കൂടിയിട്ടാണ് ഉയർന്നു വന്നത്. ഈ രാജ്യത്തിന് നേരിടുന്ന ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി മുന്നോട്ട് വരും എന്നുള്ള ഒരു ശക്തി ഭാരതത്തിൽ വളർന്നു വന്നു. ആ ശക്തി വളർന്നു വന്നതിൻ്റെ ഫലമായിട്ടാണ് 2014 ഒരു പ്രത്യേക വിധത്തിൽ ഭാരതത്തിൻ്റെ ഭരണം തന്നെ മാറിയത് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആ ശക്തി ഉള്ളിടത്തോളം ഉറപ്പായിട്ടും നാം ഇങ്ങനെയെല്ലാം പറയുമ്പോഴും രാജ്യത്തിനുള്ളിൽ അത് ആഗ്രഹിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവില്ലല്ലോ. കുറവ് ഇല്ല. പക്ഷേ അത് അവരെ തകർക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പല ഭാഗത്തും. തല പൊക്കുന്ന സമയത്ത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അങ്ങ് ഉത്തർപ്രദേശിൻ്റെ അതിർത്തി ഭാഗം മുതൽ ഇങ്ങ് കേരളം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഇടനാഴികയുണ്ട്, ഒരു കോറിഡോർ. അത് ചുവന്ന ഇടനാഴികയാണ്. അതിൽ കൂടി വളർത്തിപ്പെടുന്നത് നക്സലൈറ്റുകളെയാണ്. കണ്ടുപിടിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലായിരുന്നില്ലേ ആ പ്രവർത്തനം നടന്നിരുന്നത്? അവിടുന്ന് തന്നെ തുടങ്ങിയിട്ട് പാരലായിട്ട് മറ്റൊരു കോറിഡോർ ഉണ്ടായിരുന്നു, അത് പച്ചയായിരുന്നു. ഈ പ്രവർത്തനം ഇന്നും മുഴുവൻ പോയില്ല എന്ന് സമ്മതിക്കുന്നു ഞാൻ. പക്ഷെ തടയിടാൻ സാധിക്കുന്നുണ്ട് ഇത് രണ്ടിനെയും. ഈ രണ്ടാണ് ഏറ്റവും പ്രധാനമായുള്ള വിഘടന ശക്തികൾ. മൂന്നാമതായിട്ട് ഇതിനെല്ലാം വളർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയക്കാർ. ആ രാഷ്ട്രീയക്കാർ ഇവിടെ ജനിക്കാതെ, ഇവിടെ വളരാതെ, ഇവിടുത്തെ പൗരത്വമില്ലാതെ ആ രീതിയിൽ വളർന്ന ആൾക്കാർ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് ഏറ്റവും പ്രധാനമായിട്ട്. അവർക്ക് കൂട്ടുനിൽക്കുന്ന ചില പ്രസ്ഥാനങ്ങളും. അപ്പം ഇതെല്ലാം കൂടി കൂടുന്ന സമയത്ത് അതിനെ ശക്തിയായി നേരിടാൻ കാലം ഇനിയും ഉണ്ടാവും. ഇതിനൊക്കെ ആദർശം കൊണ്ട്, ആശയം കൊണ്ടാണല്ലോ നേരിടേണ്ടത്. വടിയെടുത്തിട്ടും കത്തിയെടുത്തിട്ടും അല്ലല്ലോ, ആയുധങ്ങളെ കൊണ്ടല്ലല്ലോ. പക്ഷേ ആയുധങ്ങളെ കൊണ്ട് നേരിടേണ്ടതായിട്ടുണ്ട്. ഇപ്പം നിരന്തരമായിട്ട് നമ്മൾ കാണുന്നു മാവോയിസ്റ്റുകളെ തകർക്കുന്ന കാര്യങ്ങൾ. ഈ വിധത്തിൽ നാട്ടിലെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ചില രാഷ്ട്രീയ കക്ഷികളും ഇതേപോലെ തന്നെ മതസംഘടനകളും അതോടൊപ്പം അവരെ കൂട്ടിയോജിപ്പിക്കുന്ന വൈദേശിക ശക്തികളും. വൈദേശിക ശക്തികൾ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം, അതോടൊപ്പം തന്നെ ഈ നേപ്പാൾ ചൂണ്ടിക്കാട്ടി
ഇന്ത്യയിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമെന്ന് പറയുന്നവർ ചൂണ്ടിക്കാട്ടുന്ന ദൃശ്യങ്ങളൊന്ന് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന സമരമാണ്. പിന്നീട് കർഷക സമരവുമായി ബന്ധപ്പെട്ട് ചെങ്കോട്ടയിൽ ഖാലിസ്ഥാൻവാദികൾ കയറി പതാക ഉയർത്തുന്നത് ഉൾപ്പെടെ ഉണ്ടല്ലോ. അത്തരം ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവർ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ പിന്തുണ നൽകുകയാണ്. ഈ സമയം അങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടായാൽ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ നൽകില്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണ നൽകാൻ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. വൈദേശിക ചിന്താഗതിയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും വൈദേശിക ചിന്തയോടുകൂടിയുള്ള ആൾക്കാർ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും, ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടിയും ഇതിൽ പ്രമുഖരാണ്. ഇതോടൊപ്പം തന്നെ വിദേശ ശക്തികളുണ്ട്. ഭാരതം ലോക ഗുരുസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നു എന്ന് കാണുന്ന സമയത്ത് ലോക പോലീസായിട്ട് വേഷം കെട്ടിയിട്ടുള്ള രാഷ്ട്രങ്ങൾ ഇതിനെ തകർക്കാൻ നോക്കാതെ വെറുതെ ഇരിക്കില്ലല്ലോ. അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ? ഭാരതം പോലത്തെ ഒരു രാജ്യം ഈ വിധത്തിൽ വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ ഏകതയ്ക്ക് വേണ്ടി എല്ലാം നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ തകർക്കണം എന്നുള്ളത് അവരുടെ ആഗ്രഹം. എന്നാലേ ഇവർക്ക് ലോക പോലീസായിട്ട് ചമയാൻ സാധിക്കൂ. അപ്പം ഇതിന് നമ്മൾ സത്യത്തിൽ പറഞ്ഞാൽ എല്ലാറ്റിനെയും ആ നിലയ്ക്ക് മെയ്യും ശരീരമൊക്കെ മറന്നുകൊണ്ട് ശരീരം മുഴുവൻ കണ്ണാക്കിക്കൊണ്ട് നോക്കിക്കാണേണ്ട ഒരവസ്ഥ. അപ്പം മനുഷ്യന് പകരം അത് രാഷ്ട്രം കണ്ണായിട്ട് കാണണം എല്ലാ ഭാഗത്തും. ഈ നിലയ്ക്കുള്ള ഒരവസ്ഥയാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. ശരിയാണ്, പക്ഷേ അവിടെ അത് നടന്നു, ഇവിടെ നടക്കില്ല. അവിടെ മുദ്രാവാക്യം വിളിച്ച ഭാരത എംബസിയുടെ മുമ്പിൽ അവിടെ മുദ്രാവാക്യം വിളിച്ച് വിളി കേട്ടിരുന്നത് ഞങ്ങൾക്ക് ആവശ്യം മോഡിയെ പോലത്തെ ഒരാളാണ്. ചെറുപ്പക്കാർ വിളിച്ച മുദ്രാവാക്യമാണ്. ഇതൊന്നും അവിടെ മുഴങ്ങുന്നുണ്ട്. ആ യുവാക്കന്മാർ അവർ പറയുന്നത് എന്താ? ഏകദേശം 97 ശേഷം ജനിച്ച ഇന്ന് വരെയുള്ള ആൾക്കാർ, അതിന് അപ്പം തികച്ചും യുവാക്കന്മാരാണ്. ആ യുവാക്കന്മാർ എനിക്ക് തോന്നുന്നു ഒരു 30 വയസ്സൊക്കെ ഉണ്ടാവും, 28 വയസ്സ് 30 വയസ്സ്. അവരൊന്നടക്കം പറയുന്നത് എന്താ? ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രധാനമന്ത്രി വേണം, ഇവിടെ ഒരു ഭരണാധികാരി വേണം. അത് മോഡിയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം മോഡിയെ ചൂണ്ടിക്കാണിക്കുന്നത് ഭാരതത്തെ ചൂണ്ടിക്കാണിക്കുന്നു, ഭാരതത്തിലെ പ്രവർത്തനം നടത്തുന്ന ആ നിലയ്ക്കുള്ള ആൾക്കാരെ ചൂണ്ടിക്കാണിക്കുന്നു. അത്തരം ചർച്ചകൾ അവിടെ നടക്കുമ്പോഴാണ് ഇന്ത്യയിലെ ചിലർ ആ സ്വപ്നം കണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയെ മാറ്റാമെന്ന്. അതെ, സ്വാഭാവികമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലോക പോലീസും ഈ രാജ്യത്തിന് തകർക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരും ഇവരെല്ലാം കൂടി ഒന്നിച്ചു കൂടിയിട്ടും അത് സാധ്യമല്ല എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു കാരണം കൂടിയുണ്ട്. ഞാൻ പറയുന്നു, ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷേ അതിൻ്റെ ഭാഗത്തിലേക്കുണ്ട്. ഇവിടെ രാജ്യത്തിന് വേണ്ടി ജീവിക്കാനും അതോടൊപ്പം തന്നെ മരിക്കാനും തയ്യാറായിട്ടുള്ള, രാജ്യത്തിന് വേണ്ടിയിട്ടാണ് മരിക്കാനും തയ്യാറായിട്ടുള്ള ഒരു നല്ല വിഭാഗം ആൾക്കാരുണ്ട്. അതിൽ യുവാക്കളുണ്ട്. ഒരു 100 വർഷമായിട്ട് അതിൻ്റെ പ്രവർത്തനം പുരോഗമിച്ച് ഇപ്പം 100ാം വർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ പ്രവർത്തനം നടക്കുന്നിടത്തോളം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അങ്ങനത്തെ സംഗതി ഭാരതത്തിൽ നടക്കില്ല. കാരണം യുദ്ധം നടക്കുന്ന മേഖലകളിൽ പോലും പോയി ആ യുദ്ധത്തിൽ പങ്കാളികളായുള്ള പട്ടാളക്കാരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ തയ്യാറായ വിഭാഗമാണ്. അത് നിഷേധിക്കാൻ സാധ്യമല്ല. റിപ്പബ്ലിക് ഡേ പരേഡിന് നിൽക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി ഇവരെ വിളിച്ചതാണ്. ഇന്നും രാജ്യത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരോടൊക്കെ നിൽക്കാനും പ്രവർത്തിക്കാനും തയ്യാറുണ്ട്. ഇവിടെ ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ വനവാസികളുടെ ഇടയിലൊക്കെയാണല്ലോ അവരുടെ പ്രവർത്തനം. ഈ ഏറ്റവും കൂടുതൽ ഈ ഛിദ്രശക്തികൾ അവരെ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവരുടെ ഇടയിൽ പോലും പ്രവർത്തിക്കുന്ന ഞാൻ ആധികാരികമായിട്ട് പറയണത്, ഒരു പ്രവർത്തനം തന്നെ ഇന്ന് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. പിന്നെ കടൽ തീരവും വനവും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ ഛിദ്രശക്തികളുടെ പ്രവർത്തനം നടന്നിരുന്നത്. ഇന്ന് അവിടെയെല്ലാം നടക്കാതെയായി തുടങ്ങി. ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ആ ആൾക്കാരെ നേരിടാൻ സാധിക്കുന്ന ശക്തി ഇന്ന് ഭാരതത്തിനുണ്ട്, ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കലാപം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല, അടിച്ചമർത്താൻ സാധിക്കും. അത് ആ നിലയ്ക്ക് ബോധ്യപ്പെട്ടുകൊണ്ടും പോകാനും സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.